ദിവ്യ പൂജയണയ്ക്കുവാനൊന്നു ചേർന്നിടാം. മനസ്സു മുഴുവനും ഈ പ്രിയമുള്ളവരെ, റേഡിയോ മരിയയിൽ തത്സമയ വചന പ്രഘോഷണം. വചനം പങ്കുവയ്ക്കുന്നതിനായി നമ്മോടൊപ്പം ബ്രദർ തോമസ് വില്ലനശ്ശേരി. ഈ ആത്മീയ പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രിയ റേഡിയോ മരിയ ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എപ്പോഴും നമ്മോട് കൂടെ. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളില് നമ്മൾ കേട്ടതിൻ്റെ തുടർച്ചയാണ് ഇന്നിവിടെ പുനരാരംഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയില് ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് നമ്മൾ കേട്ടു. ആ വിളിയില് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരും ആ തിരഞ്ഞെടുക്കപ്പെട്ടവര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സാക്ഷ്യ ജീവിതമായി തീരുമ്പോൾ അവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡകളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു. ആദ്യം മാതാപിതാക്കളായ ആദം മുതല് നമ്മൾ ഇപ്പോൾ യാക്കോബിന്റെ മക്കളുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാബാന്റെ വീട്ടിൽ നിന്ന് വരുന്ന യാക്കോബ് തന്റെ 12 മക്കളോടൊപ്പം കാനാൻ ദേശത്ത് വന്ന് വാസമുറപ്പിക്കുന്നതും അവരുടെ ജീവിതത്തില് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. 12 മക്കള്. ആ 12 മക്കളില് തന്റെ രക്ഷാകര പദ്ധതിയിൽ കണ്ണിയാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന യൂദയെയും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന ജോസഫിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, യാക്കോബ് സ്നേഹിച്ചിരുന്ന റാഹേലിൽ ജനിക്കുന്ന ജോസഫിനെ യാക്കോബ് അത്രയും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ജോസഫിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, കൂടുതലായി സ്നേഹിക്കുന്നത് കൊണ്ട് മറ്റു മക്കൾക്ക് ജോസഫിനോട് അസൂയ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ജോസഫിന് ദൈവം പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ കൊടുക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ ആഴ്ച കുറച്ചു ഭാഗം കേട്ടതാണ്. ചെറുപ്പം മുതലേ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ഈ സ്വപ്നങ്ങളോ അത് തൻ്റെ സഹോദരന്മാർക്കും പിതാവിനും ഇടർച്ചയുണ്ടാക്കുന്നതായിരുന്നു. അതില് നമ്മൾ കേട്ടു, കളത്തിലായിരിക്കുമ്പോൾ 12 കറ്റകള്, അതില് 11 കറ്റകള് ഒരു കറ്റയെ, ജോസഫിന്റെ കറ്റയെ താണു വടങ്ങുന്നതായിട്ട് ജോസഫ് സ്വപ്നം കാണുകയാ. അത് കഴിഞ്ഞിട്ട് നക്ഷത്രങ്ങളില് 12 നക്ഷത്രങ്ങള് ഒന്നിനെ വടങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ എല്ലാം പിതാവ് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം നിന്നെ താണു മടങ്ങും, നിന്റെ അടിമയായി തീരുമോ എന്നാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതൊക്കെ വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായി തീരുവാനായിട്ട് ദൈവം കൊടുത്തിട്ടുള്ള ഒരു കൃപയാണത് ജോസഫിന്. ഞാൻ ആദ്യം പറഞ്ഞു, 2 തലത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു വിളിയെക്കുറിച്ച്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനങ്ങളില് പീഡനത്തിൻ്റെതായിട്ടുള്ള വചനങ്ങളാണ്. പീഡനം ഏതൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മൾ ആദ്യം കേട്ടു അബ്രഹാത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രഹാത്തെ ദൈവം അനുഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇസഹാക്കിനോട് യാക്കോബ് ജനിക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിലും 20 വർഷക്കാലത്തെ അടിമത്തത്തിൽ നിന്നുമാണ് ദൈവം അവനെ ഉയർത്തി അനുഗ്രഹിക്കപ്പെടുന്നത്. ഇവിടെ വീണ്ടും യാക്കോബിന്റെ മക്കളില്
ദൈവം 2 വ്യക്തികളെ തിരഞ്ഞെടുക്കുകയാണ്. അതിലൊന്ന് യൂദ, പിന്നെ ജോസഫ്. 2 വ്യക്തികളെ മക്കളില് യൂദയെ അനുഗ്രഹിക്കുന്നത് യൂദയുടെ ഗോത്രത്തിൽ നിന്നാണ് രക്ഷാകര പദ്ധതിയുടെ കണ്ണിയായി തീരാനായിട്ട് മക്കൾ ജനിക്കുന്നത്. യൂദയിൽ നിന്നും താമാറിൽ നിന്നും ജനിക്കുന്ന പെരസ് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോ യൂദയെ വംശാവലിയിൽ ഒരു കണ്ണിയാക്കുമ്പോൾ ജോസഫിന്റെ മറ്റൊരു വിധത്തിൽ ദൈവം അനുഗ്രഹിക്കുക. കാരണം യാക്കോബും കുടുംബവും കാനാദേശത്ത് വസിക്കുമ്പോൾ അവിടെ കൊടിയൊരു ദാരിദ്ര്യം വരുമ്പോൾ അവരെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ജോസഫിനെ അവിടെ നിന്ന് ഉപകരണമാക്കിയാണ്. ആ ചരിത്രമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ പീഡനത്തിൻ്റെതായിട്ടുള്ള ഒരു വഴി ജോസഫ് ഇന്നതായിട്ട് കാണുന്നുണ്ട്. ഏകദേശം നമ്മളിവിടെ വായിക്കുന്നുണ്ട്, യാക്കോബിന്റെ മക്കളുടെ ചരിത്രത്തിൽ ജോസഫിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ജോസഫിന് 17 വയസ്സുള്ളപ്പോൾ യാക്കോബ് തൻ്റെ 10 മക്കള് വനാന്തരങ്ങളിലേക്ക് ആടുമേയ്ക്കാൻ പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ സുഖവിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ജോസഫിനെ പറഞ്ഞു വിടുന്നത്. അവിടെയാണ് ആ ചരിത്രം തുടങ്ങുന്നത്. അവിടെ 17ാമത്തെ വയസ്സിൽ ജോസഫ് തൻ്റെ പിതാവ് യാത്രയാക്കുന്ന ഒരു യാത്രയപ്പ് അത് അവസാനിക്കുന്നത് ഫറവോയുടെ കൊട്ടാരത്തില് ഫറവോയുടെ അധിപതിയായി ജോസഫ് വാണരുന്ന സമയത്ത്, അധിപനായിട്ട് കഴിയുന്ന സമയത്ത് ഈ യാക്കോബും ഈ 11 മക്കളും കൂടി ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ജോസഫിന്റെ മുന്നിൽ താണു വണങ്ങുന്ന ആ സന്ദർഭത്തിൽ അവസാനിക്കുകയാണ്. അപ്പോൾ 17 വയസ്സുള്ളപ്പോൾ ജോസഫിനെ യാക്കോബ് യാത്രയാക്കുമ്പോൾ യാക്കോബ് അറിഞ്ഞിരുന്നില്ല ഇത് ദൈവിക പദ്ധതിയുടെ ഒരു തുടക്കമാണെന്ന്. അങ്ങനെ ഇവിടെ നമ്മൾ പിന്നീട് കേൾക്കുന്നുണ്ട്, 30ാമത്തെ വയസ്സിലാണ് ജോസഫ് ഫറവോയുടെ അധിപതിയായി, ഈജിപ്തിന്റെ അധിപതിയായി ഉയർത്തപ്പെടുന്നത്. അപ്പൊ ഈ 13 വർഷക്കാലത്തെ പീഡനം അതെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു ഗാകുൽത്ത, ഒരു മരുഭൂമി അനുഭവം ഉണ്ടായേ തീരൂ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഒരു സഹനത്തിന്റെ വഴിയുണ്ട്, ഒരു കുരിശിന്റെ വഴിയുണ്ട്, ഒരു മരുഭൂമി അനുഭവമുണ്ട്. അതിലിത് കടക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ അവകാശമായി ലഭിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുക. അത് പീഡനത്തിന്റെ വഴിയെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ആദ്യമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 46-ാം അധ്യായത്തില് 28-ാം പരിവചനം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 46-ാമത്തെ അധ്യായത്തില് 27-ാം തിരുവചനം. എന്റെ ദാസനായ യാക്കോബേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലനമാക്കും. എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല. ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും, നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. ഇപ്പൊ യാക്കോബിന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ ദാസനായ യാക്കോബേ, ഇവിടെ ദൈവം പറയാണ് അർഹമായ ശിക്ഷ ഞാൻ നൽകും. അത് നിശേഷം നശിപ്പിക്കാനുള്ളതല്ല. ആ ശിക്ഷയുടെ കാലയളവ് നീ സഹിച്ച് നിന്നാൽ മാത്രമേ ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നിനക്ക് യോഗ്യത ലഭിക്കുകയുള്ളൂ. അപ്പൊ ശിക്ഷയുടെ ഒരു കാലയളവ് അത് ഒരു മനുഷ്യനുണ്ടായിരിക്കുമെന്ന് ജെറമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്. 46-ാമത്തെ അധ്യായത്തില് 28-ാം തിരുവചനത്തില് കർത്താവ് യാക്കോബിനെ പേര് വിളിച്ചുകൊണ്ട് പറയുന്ന വചനമാണ്. വീണ്ടും സങ്കീർത്തന പുസ്തകം 94-ാം അധ്യായത്തില് 12 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു, ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നത് വരെ. ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ വായിക്കുന്നതിൽ ജെറമ്യ അനുഭവിക്കുന്ന പീഡനം, എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ വായിക്കുന്ന എസെക്കിയേൽ അനുഭവിക്കുന്ന പീഡകൾ, അങ്ങനെ ഓരോ പ്രവാചകരും അവരെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അവരനുഭവിക്കേണ്ട പീഡകള് അതിവിടെ സങ്കീർത്തനം പറഞ്ഞു വെക്കുകയാണ്. കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു. കാരണം കഷ്ടകാലങ്ങൾ ഒരു മനുഷ്യനുണ്ടാവണം. അപ്പൊ അത് എത്ര കാലം പറയാണ്? കർത്താവ് ഇപ്രകാരം പറയാണ്, ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നത് വരെ. കാരണം നിന്റെ ശത്രു കീഴടങ്ങുന്നത് വരെ, മുട്ടുമടക്കുന്നത് വരെ. അപ്പൊ തിന്മയുടെ ഈ ലോകത്തില് നന്മയിലൂടെ മാത്രമേ, നന്മ എന്ന് പറയുമ്പോൾ അത് സഹനത്തിന്റെ വഴിയാ.
യേശു നമുക്ക് കാട്ടിത്തന്ന വഴിയതാ. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂവെങ്കിൽ പീഡനത്തിന്റെ വഴിയിലൂടെ മാത്രമേ ഒരു ഉയർപ്പ് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വഴി അത് ദുഷ്ടന്റെ ആധിപത്യത്തെ കീഴടക്കാനായിട്ട് പറ്റുന്ന ഒരു മാർഗമാണെന്ന് സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 11-12 വചനങ്ങൾ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്: കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും വരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. ഇവിടെ സുഭാഷിതം പറയുകയാണ് 3-ാം അധ്യായം 11-12 വചനങ്ങളില് പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. ശിക്ഷണ അനുഭവിക്കുന്ന ഏത് പുത്രന്മാരുണ്ട്? പിതാവിന് ഇഷ്ടം ഇന്ന് കാലഘട്ടത്തിൽ ഇല്ല. ഇന്ന് കുട്ടികളെ തിരിച്ചറിയാവുമ്പോൾ ഈർക്കലടിക്കേണ്ട സമയത്ത് ഈർക്കൽ കൊണ്ട് അടിക്കണം, ചൂരൽ കൊണ്ട് അടിക്കേണ്ട സമയത്ത് ചൂരൽ കൊണ്ട് അടിക്കണം. 12 വയസ്സ് വരെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ശിക്ഷണം സ്വീകരിച്ച് കഴിയുന്ന മക്കള് ഒരിക്കലും വഴുതിട്ടില്ല. ഇന്ന് കൊച്ചു കൊച്ചു തെറ്റ് ചെയ്യുമ്പോൾ സാരമില്ല എന്ന് കണക്കാക്കി അവന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഇന്ന് പല മാതാപിതാക്കളും മക്കളെ പ്രതി വേദനിക്കുക. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, ലാളന കൊടുക്കേണ്ട സമയത്ത് ലാളിക്കണം, സ്നേഹിക്കണം. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് ചോദിക്കേണ്ടായി, മകൻ +2 കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടി. അവിടെ ക്ലാസ്സിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, മുടി ഈ സ്റ്റൈല് മാറ്റി വെട്ടിക്കൊണ്ട് വല്ലോന്ന്. അതിന്റെ പേരൻസിനെ വിളിച്ച് പറഞ്ഞു. അവനോടനെ പറഞ്ഞ് മുടി വെട്ടുന്ന പ്രശ്നമേ ഇല്ല, എനിക്ക് പഠിക്കണ്ടെന്ന്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇന്നിപ്പോൾ അവൻ പഠിക്കാൻ പോകാതെ വീട്ടിൽ ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കുക. പിതാവ് പറഞ്ഞ ഞാൻ ഇനി എന്ത് തല്ലാൻ പറ്റുമോ? തല്ലേണ്ട പ്രായം കഴിഞ്ഞു. എനിക്ക് പറയാവുന്ന വാക്കുകളെല്ലാം ഞാൻ പറഞ്ഞു. അവൻ ശാസിക്കുന്നുണ്ട്. അവൻ അതൊന്നും ഗവനിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം കൂടിയുണ്ട്, ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ പോകണം, വിശുദ്ധ ബലി അർപ്പിക്കണം. അവൻ പോകുന്നില്ല. എന്തുകൊണ്ട് പ്രായമായ മക്കള് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കാരണമാവുന്നു? എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞ് ഇന്നത്തെ തലമുറയില് അവരെ തിരിച്ചു പിടിക്കാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ സ്നേഹിച്ച് കീഴടക്കുക, സ്നേഹിച്ച്. രണ്ടാമത് അവന് വേണ്ടി, അവന്റെ ആ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് മാറ്റപ്പെടാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളില് അവന്റെ ചെയ്തികളെ പ്രതി കർത്താവിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇടപെടും അവന്റെ ജീവിതത്തിൽ. അവന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവിന് മാത്രമേ സാധ്യമാവൂ. അവൻ പോകുന്ന വഴിവിട്ട മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് അവനെ സ്വാധീനിക്കുന്ന പൈശാചിക ശക്തിയെ, ലോകത്തിന്റെ അരിവിയെ കീഴടക്കാൻ വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളൂ സഹോദര, പ്രാർത്ഥിക്കുക. സമ്പത്തിന് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിന്റെ ഒരു ദശാംശം വീട്ടിനകത്തിരുന്ന് മുറിക്കടച്ചിരുന്ന് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കൂടി കൈവിരിച്ച് കർത്താവിന്റെ മുമ്പിൽ മകന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ മകൻ തിരിച്ചു വരും. കാരണം വിശുദ്ധ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന് വേണ്ടി വെറോനിക്ക പുണ്യവതി 7 വർഷത്തോളം കണ്ണീരിട്ടു പ്രാർത്ഥിച്ച് നേടിയതാണ് വിശുദ്ധ അഗസ്തീനോസ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ശബത്തിൽ കിടന്ന അമ്മയുടെ ചരിത്രമാണ് എൻ്റെത്. ഞാനൊരു ശബമായിരുന്നു, ആ ശബത്തിൽ കിടന്ന്. അപ്പോൾ താന്തോണിയായി ജീവിച്ചിരുന്ന വിശുദ്ധ അഗസ്തീൻ മാനസാന്തരപ്പെട്ട് സഭയുടെ ശക്തനായിട്ടുള്ള ഒരു പ്രബോധനായി മാറിയെങ്കിൽ, പണ്ഡിതനായി മാറിയെങ്കിൽ അതിന്റെ പിന്നില് ഒരു അമ്മയുടെ കണ്ണീരുണ്ടായിരുന്നു. ആ കണ്ണീരിന് 7 വർഷത്തെ ദൈർഘ്യമുണ്ടായി. പീഡനങ്ങളുടെ 7 വർഷം ആ അമ്മ കണ്ണീരിട്ടപ്പോൾ അഗസ്റ്റിനെ വിശുദ്ധനാക്കി മാറ്റാൻ കഴിഞ്ഞു. ഇത് മാത്രമേ ഇന്നത്തെ ലോകത്തില് ഈ വഴിപിഴച്ച
ജീവിതത്തിൽ നിന്നും മക്കളെ വീണ്ടെടുക്കാനുള്ള ഏക വഴി. ഇവിടെ സുഭാഷിതം നമ്മൾ വായിച്ചു കേട്ടു, ശിക്ഷണത്തെ നിന്ദിക്കരുത് കേട്ടോ, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും വരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രൻ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. വീണ്ടും യാക്കോബ് ലേഖനത്തില് 1:12 വചനം, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കിന്റെ ഒരു തുടർച്ചയാണ്. ഞാൻ നല്ല ഓട്ടമോടിയെന്ന്. അതെ, നല്ല ഓട്ടം ഓടാനായിട്ട് യാക്കോബ് പറയാണ്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷയിലെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. വീണ്ടും പത്രോസിലിക 1 പത്രോസില് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അപ്പൊ പരീക്ഷകൾ ഉണ്ടാവുമ്പോൾ, പീഡനം ഉണ്ടാകുമ്പോൾ തകർന്നു പോകാതെ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു വരണമെന്ന് പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ജെറമ്യാ പ്രവാചകൻ വീണ്ടും അരുളിച്ചെയ്യുന്ന ഒരു വചനം കൂടി, 31-ാം അധ്യായം 18-ാം തിരുവചനം. എഫ്രായിം എപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു, അങ്ങ് എന്നെ ശിക്ഷിച്ചു, നുകം വയ്ക്കാത്ത കാളക്കൊട്ടി എന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി. എന്നെ തിരികെ കൊണ്ടുവരണമേ, മടങ്ങി വരാൻ എന്നെ ശാന്തനാക്കണമേ, അവിടെ നിന്നാണല്ലോ എന്റെ ദൈവമായ കർത്താവ്. ജെറമ്യാ പ്രവാചകൻ പറയുന്നത്. അവസാനം വീണ്ടും വിലാപങ്ങളുടെ പുസ്തകത്തില് 3-ാം അധ്യായത്തിൽ 19-ഉം 21-ഉം വാക്യം, എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തില് കർത്താവ് നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വചനമാണ്, എന്റെ കഷ്ടതയുടെ അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്ന ഒരു വചനം കൂടിയുണ്ട്. 4-ാം അധ്യായം 15-ഉം 16 തിരുവചനങ്ങള്, നമ്മളുടെ ബലഹീനതകളിൽ നമ്മോടത്ത് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായ ലേഖനത്തിൽ എഴുതി വെച്ച വചനമാണ്. വീണ്ടും നെഹമ്യയുടെ പുസ്തകത്തില് ഒരു വചനം കൂടി, 9-ാം അധ്യായം 32-ാം തിരുവചനം, മഹോന്നതനും ശക്തനും ഭീതികരനുമായ ദൈവമേ, ഉടമ്പടി പാലിക്കുന്ന സ്നേഹിതന്റെ, അസ്രിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അവിടുത്തെ ജനത്തിന് നേരിട്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് നിസ്സാരമായി തള്ളരുതേ. നീതിയുക്തമാണ് അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കുന്നത്. കേട്ടാ, ദൈവം ശിക്ഷിക്കുന്നത് നീതികരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാ. നമ്മളുടെ തെറ്റുകൾക്ക് അനുസൃതമായ ശിക്ഷ നൽകുന്നു. അപ്പൊ അത് നീതിയുക്തമാണെന്ന് നെഹമ്യയുടെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വചനം, 43-ാം അധ്യായം 1-ാം തിരുവചനം, ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ, അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ, വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. വീണ്ടും യെശയ്യാ പുസ്തകത്തിലെ ഒരു വചനം കൂടി, 63-ാം അധ്യായം 17-ാം തിരുവചനം, കർത്താവെ അങ്ങയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്? അങ്ങയുടെ ദാസർക്ക് വേണ്ടി, അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരികെ വരണമേ. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ അപേക്ഷയാണ് കർത്താവിനോടുള്ള. വീണ്ടും സുഭാഷിതങ്ങളിൽ ഒരു വചനം കൂടി വായിച്ച് നിങ്ങൾ ശ്രവിക്കുക നല്ലതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം, കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. വീണ്ടും
കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകത്തിൽ കർത്താവിന്റെ കാരുണ്യത്തിനും സ്നേഹത്തിനും അതിര് വരുമ്പോഴില്ല, കർത്താവിന്റെ രക്ഷയെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ശ്രവിക്കാൻ പോകുന്ന ആ ചരിത്രത്തിന്റെ ഒരു ഭാഗം, അത് പീഡനത്തിന്റെ വഴി. ജോസഫ് ആ ചരിത്രത്തിന്റെ ഭാഗമായി തീരാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ജോസഫിന്റെ നീണ്ട 13 വർഷത്തെ കാലയളവിന്റെ ചരിത്രമാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, യാക്കോബ് ഏസാവിനെ ഭയന്ന് മടങ്ങി വരുമ്പോൾ ഏസാവിന് കാണിക്കുന്ന മനോഭാവം, ഏശാവ് യാക്കോബിന് അനർഹമായി അവകാശങ്ങൾ വാങ്ങിപ്പോകുമ്പോൾ അവനുണ്ടായിരുന്ന കോപം, വെറുപ്പ്, ഇങ്ങനെ കൂടി ചിന്തിച്ചിരുന്ന് പിതാവിന്റെ മരണത്തിനോടനുബന്ധിച്ചുള്ള ആ ദുഃഖാചരണം നടക്കുമ്പോൾ ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ ഏസാവിന്റെ അടുക്കിലേക്ക് യാക്കോബ് മടങ്ങി വരുമ്പോൾ യാക്കോബിന്റെ മനോഭാവം എന്നാൽ വ്യത്യസ്തമായിട്ട് ഏസാവ് സ്നേഹത്തോടുകൂടി വാരിപ്പുണർന്ന് യാക്കോബിനെ സ്വീകരിക്കുന്നതും യാക്കോബും കുടുംബവും കൂടി കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുന്നതുമായിട്ടുള്ള ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. അവിടെ നമ്മളിപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, 2 വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആ 12 പേരിൽ നിന്നും അതിലൊന്ന് യൂദയായും ഒന്ന് ജോസഫും. യൂദയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ചരിത്രത്തിൽ ഭാഗമായി വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ, ഒരു സ്ത്രീയെ കാണുന്നുണ്ട്, റൂത്ത്. അവിടെ റൂത്തിന്റെ പുസ്തകത്തിൽ അവസാനത്തെ ഒരു വാക്കില് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇസ്രായേൽക്കാരനായിരുന്ന എലിമലേക്കിന്റെ ഭാര്യ നവോമി, ആ നവോമിയുടെ 2 ആൺമക്കള് വിവാഹത്തിന് ശേഷം മരിച്ചു പോകുന്നതും അവർക്ക് മക്കളില്ലാതിരിക്കുകയും അങ്ങനെ നവോമിയുടെ മൂത്ത മരുമകള് പിതൃഭവനത്തിൽ മടങ്ങുകയും, എന്നാൽ ഈ റൂത്ത് അമ്മായിയമ്മയോടൊപ്പം ജെറുസലേമിലേക്ക് മടങ്ങി വന്ന് ആ പിതൃഭവനത്തിലെ വാസമുറപ്പിക്കുമ്പോൾ ദൈവം റൂത്തിനെ അനുഗ്രഹിക്കുന്നതും നവോമിയെ അനുഗ്രഹിക്കുന്നതും ഒക്കെ ഒരു ചരിത്രം അടുത്ത പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടെ ദൈവം തന്റെ വംശാവലിയിൽ റൂത്തിനെയും ബോവാസിനെയും അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം റൂത്തിനെ ബോവാസ് വിവാഹം കഴിക്കുന്നു, അങ്ങനെ ബോവാസിൽ നിന്നും വംശാവലി പുറപ്പെടുന്നത്. അങ്ങനെ യാദൃച്ഛിക ദൈവിക പദ്ധതിയിൽ കണ്ണിയാകുന്ന ഒരു അനുഗ്രഹം ഈ റൂത്തിന് ലഭിക്കുകയാണ്, നവോമിയുടെ മരുമകൾക്ക്. ഇവിടെ ഈ റൂത്തിന്റെ പുസ്തകത്തിൽ അവസാനം ഇപ്രകാരം എഴുതുന്നത്, പെരസിന്റെ പിന്തുണക്കാർ ഇവരാണ്. പെരസ് ഹെബ്രോണിന്റെയും പിതാവാണ്. ഹെബ്രോൻ രാമിന്റെയും, രാം അബിനാവിന്റെയും, അബിനാവ് നഷ്കോന്റെയും, നഷ്കോൻ സൽമോന്റെയും, സൽമോൻ ബോവാസിന്റെയും, ബോവാസ് ഒബാദിന്റെയും, ഒബാദ് ജസ്സയുടെയും, ജസ്സെ ദാവീദിന്റെ പിതാവാണ്. ഇവിടെ ആ പെരസിന്റെ ആ പിന്തുണ, ഇവിടെ ആ ചരിത്രത്തിൽ കണ്ണിയാക്കാൻ വേണ്ടി ദൈവം യാക്കോബിന്റെ മക്കള് യൂദയെ തിരഞ്ഞെടുക്കുകയാണ്. ഇനി യൂദയുടെ ആ വംശാവലിയിൽ പിന്തുണമുറയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് വ്യത്യസ്തമായ ഒരു അവസ്ഥയിലാണ്. കാരണം യൂദയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. ഈ 3 മക്കളെ മൂത്തവനെ വിവാഹം കഴിച്ചതാണ് ഈ താമാർ. യൂദയുടെ മൂത്ത മകനെ വിവാഹം കഴിച്ച മരുമകളുടെ പേരാണ് താമാർ. ആ താമാർ മക്കളില്ലാതെ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ, ഇതിൽ യൂദയുടെ മൂത്ത മകൻ മക്കളില്ലാതെ മരിക്കും. ഏർന്നാണ് മൂത്ത മോന്റെ പേര്. ഏറ് മക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞപ്പോൾ പിതൃ അവകാശം നിലനിർത്താൻ വേണ്ടി യൂദ രണ്ടാമത്തെ മകനെ അവളെ വിവാഹം കഴിച്ചത് കൊടുക്കുകയാണ്. അതിന്റെ പേരാണ് ഓനാൻ. അപ്പൊ ഏർ മരിച്ചു കഴിഞ്ഞപ്പോൾ 2ാമത്തെ പുത്രനെ കൊണ്ട് താമാറിനെ വിവാഹം കഴിക്കുന്നു. 2ാമത്തെ പുത്രൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ ചേട്ടത്തിയിലും മക്കൾ ജനിച്ചാൽ ആ പിതൃവകാശം എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചപ്പോൾ അവനെയും ദൈവം വധിക്കുകയാണ്. ദൈവം അവന് ഇപ്പോൾ പറയുന്നുണ്ട് 38-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തില് ഇതിന് ഹെഡിങ് ഇങ്ങനെയാണ്, യൂദയായും താമാറും. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തില് ഇവിടെ മൂത്തമൻ മരിച്ച ശേഷം ഇളയമകനായിരുന്ന ഓനാൻ അവളെ വിവാഹം കഴിക്കുകയാണ്.
9-ാമത്തെ വചനത്തിൽ ഇപ്രകാരം വന്നു, സന്തതി തൻ്റെതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ. കണ്ടോ, ഇപ്പൊ പാപത്തിന്റെ വഴി അവൻ സ്വീകരിച്ചപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടെ നിന്ന് മരണത്തിനിടയാക്കിയെന്ന്. 2-ാമത്തെ മകനെ, അപ്പോൾ യൂദ തന്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എന്റെ മകൻ ശേല വളർന്നതിൽ 3-ാമത്തെ മകൻ, മൂത്ത 2 മക്കളും മരിച്ചു, മക്കളില്ലാതെ. ഇനി ഒരു മകൻ കൂടിയുണ്ട്. ആ മകന്റെ പേരാണ് ശേല. അവൻ പ്രായപൂർത്തിയാവുന്നതുവരെ നിന്റെ പിതൃഭവനത്തിൽ പോയി താമസിക്കാമെന്ന് താമാറിനോട് പറയാം. അവിടെ പറയുന്നത് ഒരു കാര്യം, ഇതിനോട് ഈ യൂദായുടെ മനോഭാവം, 2 മക്കൾ ജനിച്ചു, ഇനി 3-ാമനെ കൂടി അവൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് അവന് മരിക്കുകയാണെങ്കിൽ തന്റെ സന്താന പരമ്പര ഇല്ലാതായി പോകുമെന്ന് കണ്ടപ്പോൾ ആ യൂദ ചെയ്യുന്നത് തന്റെ മരുമകളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. ഇനി മരുമകൾ ചെയ്യുന്നത് എന്താ? 3-ാമത്തെ മകൻ പ്രായപൂർത്തിയായ ശേഷം, കാരണം ശേല 3-ാമത്തെ ശേഷവും താമാറിന് വിവാഹം കഴിച്ചു കൊടുക്കില്ലെന്ന് കണ്ടപ്പോൾ ഈ യൂദ തന്റെ ഒരു സുഹൃത്തായിരുന്ന ഇടയ്ക്കിടയ്ക്ക് രോമം കത്തിരിക്കുന്നതിന് വേണ്ടി അവിടെ പോകുന്നുണ്ട്. കുറെ നാൾ കഴിഞ്ഞ് യൂദ ഭാര്യ ഷുവയുടെ മകൻ മരിച്ചു. ദുഃഖത്തിൽ ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അബ്ദുല്ലക്കാരൻ ഹീറോയുടെ വീട്ടിൽ ആടുമാട് മേയ്ക്കുന്നിടത്ത്, ആടുമാടുടെ രോമം കത്തിക്കുന്നിടത്തേക്ക് പോയി. അപ്പോ ഈ താമാറിനോട് ആ ദേശവാസികൾ പറയാണ്, നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിക്മായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു. ശേലയ്ക്ക് പ്രായമായിട്ട് തന്നെ അവനെ വിവാഹം ചെയ്ത് കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തന്റെ വിധവാ വസ്ത്രം മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ച് തിക്മയിലേക്കുള്ള വഴിയിൽ എനീമും പട്ടണത്തിന്റെ വാതിക്കൽ ചെന്നിരിപ്പായി. മുഖം മൂടിയിരുന്നത് കൊണ്ട് അവൾ ഒരു വേശ്യയാണെന്ന് യൂദ വിചാരിച്ചു. വഴിപക്കത്ത് അവിടെ അടുത്തെന്ന് അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തന്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. താമാർ ചെയ്തതാണ് സ്വന്തം അമ്മായിയപ്പന്റെ മുന്നിൽ വേശ്യ ചമഞ്ഞ് അവനോടൊപ്പം ശയിക്കുന്ന താമാർ. ഇവിടെ യൂദ പറയുന്നുണ്ട്, അവൾ ഒരു വേശ്യയാണെന്ന് യൂദ വിചാരിച്ചു. വഴിപക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തന്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകുട്ടിയിൽ നിന്നും ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരിക? അവൻ ചോദിച്ചു, ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും എനിക്ക് തരിക, ഉറപ്പിനായിട്ട്. യൂദ ഒരു മടിയും കൂടാതെ തന്റെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും ഈ താമാറിന് കൊടുത്തു. താമാർ എന്ന് പറഞ്ഞാൽ യൂദയുടെ കൺമുമ്പിൽ വേശ്യയായി കണ്ട അവൾക്ക് ഒരു ഉറപ്പിന് വേണ്ടി ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് വരെ ഒരു ഉറപ്പിനായി കൊടുത്തിട്ട് പോയി. ഇവിടെ പറയുന്നുണ്ട്, അടുത്ത ദിവസം യൂദ ആട്ടിൻകുട്ടിയെ കൊടുത്തു വിട്ടു തന്റെ സുഹൃത്ത് അബ്ദുല്ലക്കാരൻ്റെ അടുക്കൽ. പക്ഷെ അങ്ങനെ ഒരു വേശ്യ ആ ദേശത്തില്ലെന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും തിരിച്ചെടുക്കാൻ യൂദ അബ്ദുല്ലക്കാരനായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു, എനിമയിലെ വഴിപക്കിലിരുന്ന വേശ്യ എവിടെ? അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു വേശ്യയില്ല. അവൻ തിരിച്ചു ചെന്ന് യൂദയോട് പറഞ്ഞു, അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടത്തുകാരൻ പറയുകയും ചെയ്തു. യൂദ പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ, നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇയാള് ആത്മനിർത്തിയുടെയും, കാരണം ചെയ്യേണ്ടത് അയാൾ ചെയ്തു, കൊടുക്കാന്ന് പറഞ്ഞ കൂലി കൊടുത്തു വിട്ടു, എന്നാൽ സ്വീകരിക്കേണ്ട ആളെ കണ്ടെത്തിയില്ല. എന്നാൽ ഇവിടെ പറയുന്നത്, ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവൾ ഇപ്പോൾ ഗർഭിണിയാണെന്നും യൂദ കേട്ടു. കേട്ടപാട് യൂദ പറയുന്നത്, അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. അന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവര് വധിക്കപ്പെടണം എന്ന നിയമം. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു വേശ്യയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന അവളെ കർത്താവ് മോചിപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂദ ഒരു പാപം ചെയ്തു,
അവൻ അറിയാതെ തന്നെ സ്വന്തം മരുമകളായിട്ടാണ് അവൾ ശയിച്ചതെന്ന് അവൻ അറിയുന്നില്ല. ഇവിടെ തന്റെ മരുമകള് വേശ്യാവൃത്തി നടത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ വിധി പ്രഖ്യാപിക്കുകയാണ്. അവളെ പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളയുക. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായപ്പന് ഒരു സന്ദേശം അയച്ചു. ദയവ് ചെയ്ത് ഈ മോതിരവും വളയും വടിയും ആരുടെ നിന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് കേട്ടാ. അവ തൻ്റെതാണെന്ന് യൂദാ സമ്മതിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായ്ക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ. പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല കേട്ടാ. ഇനി ഇവിടെ ദൈവത്തിന്റെ പദ്ധതിയിൽ ആരാണ് പങ്കുകാരായത്? യൂദയിൽ നിന്നും താമാർ ജനിച്ച പെരസ് കണ്ട. അവിടെ പറയുന്നുണ്ട്, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നു, അവൾ പെരസ് എന്ന് പേരിട്ടു. നമ്മൾ മുമ്പ് വായിച്ചു കേട്ട് റൂത്തിന്റെ പുസ്തകത്തില് ആ പെരസിന്റെ വംശാവലിയാണ് ജസ്സയുടെ പുത്രനായ ദാവീദ്. അപ്പൊ വംശാവലിയിൽ കണ്ണിയാകാൻ വിളിക്കപ്പെട്ടവരുടെ ആ ജീവിതത്തില് വ്യത്യസ്തതകളുണ്ട്. നമ്മുടെ റൂത്തിന്റെ പുസ്തകത്തിലും ഇനി പഠിക്കാൻ പോകുന്നുണ്ട് ആ ഒരു വ്യത്യസ്തത. ഇവിടെയും യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. ഈ 12 മക്കളില് യൂദയായെ അവിടെ നിന്ന് തന്റെ വംശാവലിയുടെ ഒരു കണ്ണിയാക്കി. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അങ്ങനെ ആ വംശാവലിയിൽ നമ്മൾ വായിക്കുന്ന അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ. ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ. ബാബിലോൺ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14 തലമുറ. അങ്ങനെ 42ാമത്തെ തലമുറയാണ് യേശു ക്രിസ്തുവിന്റെ ജന്മം. അപ്പോൾ ഈ വംശാവലി ഇത് ബൈബിളില് ഒരു മാറ്റമില്ലാതെ രഹിതമായിരിക്കുന്ന ചരിത്രമായത്. ഇതാണ് പഠിക്കേണ്ടത്. നമ്മള് ഇവിടെ ഇങ്ങനെ വേർതിരിച്ച് പഠിക്കണം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ആദം മുതൽ നോഹ് വരെ 10 തലമുറ, നോഹ് മുതൽ അബ്രഹാം വരെ, തേരാഹിന്റെ തലമുറ വരെ 10 തലമുറ. അങ്ങനെ 20 തലമുറയ്ക്ക് ശേഷമാണ് ദൈവം തന്നോട് കൂടെ ആയിരിക്കാനും അയക്കപ്പെടുവാനും തനിക്ക് വേണ്ടി ഒരു ജനതയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുമ്പോൾ തേരാഹിന്റെ 3 മക്കളിൽ അബ്രാമിനെ ദൈവം തിരഞ്ഞെടുത്ത്. അങ്ങനെ അബ്രാഹിമിന്റെ വംശാവലിയിലെ ഒരു കണ്ണിയാണ് യാക്കോബിന്റെ മക്കൾ. 12 മക്കളില് ഒരുവനായ യൂദയെ ദൈവം തിരഞ്ഞെടുത്ത്. എന്നാൽ യൂദയുടെ മക്കൾക്ക് അതിന് അർഹത കിട്ടിയില്ല. എന്നാൽ യൂദയുടെ മകന്റെ ഭാര്യ താമാർ എന്നൊരു കുട്ടി ജനിക്കുകയും ആ കുട്ടി പെരസ് എന്ന് പേര് വിളിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പെരസിന്റെ തലമുറയാണ് യേശുക്രിസ്തുവിന്റെ വംശാവലി. ഞാൻ ആദ്യം പറഞ്ഞു, 2 രീതിയിൽ ദൈവം തിരഞ്ഞെടുത്തു. ഒന്ന്, ഇപ്പോൾ നമ്മൾ കേട്ടു, ദൈവത്തിന്റെ വംശാവലിയില് യൂദ കണ്ണിയാകുകയും അതിന് അർഹത നേടിയത് തന്റെ പുത്രന്റെ ഭാര്യ താമാറും. അവൾ വിശ്വസ്തയായിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ യൂദ പറയുന്ന വാക്ക് ബൈബിളെടുത്ത് വായിക്കുമ്പോൾ ഈ പറയുന്ന വചനങ്ങളെല്ലാം നമ്മൾ അടിവരയിടണം. കാരണം ഇവിടെ പറയുന്നതാണ് ഒരു വചനം 38ാമത്തെ തിരുവചനത്തില് 20 അവൻ പറഞ്ഞു, അവളെ പുത്രയ്ക്ക് ചുട്ടുകളയുക. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിപ്പന് ഒരു സന്ദേശം അയച്ചു. ദയവ് ചെയ്ത് ഈ മോതിരവും വളയും വടിയും ആരുടേതാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. അവ തൻ്റെതാണെന്ന് യൂദാ സമ്മതിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. ആ വാക്ക് നമ്മൾ യാക്കോബിനെ പറ്റി പറയുമ്പോൾ, യാക്കോബും ഏസാവും ഇസാക്കിന് 2 മക്കള്. അവിടെ യാക്കോബിനെ പറ്റി പറയുന്ന ഒരു വാക്യകള്, അവൻ ശാന്തനായിരുന്നു. വിശുദ്ധ ഔസേപിതാവിനെ പറ്റി പറയുമ്പോൾ, വിശുദ്ധ ഔസേപിതാവിനെ പറ്റി പറയുന്നത്, വിശുദ്ധ ഔസേപിതാവ് നീതിമാനായിരുന്നു. ഒറ്റ വാക്കില് സർവ്വതും നിറഞ്ഞു നിൽക്കുക. വിശുദ്ധ ഔസേപിതാവ് നീതിമാനായിരുന്നു. യാക്കോബിനെ പറ്റി പറയുന്നത് അവൻ ശാന്തനായിരുന്നു. മോശയെ പറ്റി പറയുന്നത്, എന്റെ മനസ്സിനിണങ്ങിയ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയെന്നുള്ളത്. കേട്ടോ, മോശ ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഓരോ വ്യക്തികളെയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്റെ മനസ്സിനിണങ്ങിയ മനുഷ്യനാണെന്ന്. കേട്ടോ, അപ്പൊ ഓരോ വ്യക്തികളെയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേകത ദൈവം കണ്ടിരുന്നു. ഇവിടെ ഈ താമാറിനെ തിരഞ്ഞെടുക്കുമ്പോൾ താമാറിനെ പറ്റി യൂദാ പറയുന്ന വാക്കാണ്, അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. കാരണം യൂദാ നീതി കാട്ടിയില്ല. കാരണം മൂത്ത മകൻ മരിക്കുമ്പോൾ ആ മകന്റെ ഭാര്യയെ 2ാമത്തെ മകന് വിവാഹം കഴിച്ചു കൊടുത്തു. അവനും മരിച്ചു. ക്രമമനുസരിച്ച് 3ാമത്തവനെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതാണ്. പ്രായമാകുന്നവരെ നീ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് പ്രായമായിട്ടും
അവനെ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാതിരുന്ന യൂദയുടെ മുമ്പിൽ താമാറ് തന്റെ അമ്മായിപ്പിൽ തന്നെ ഗർഭം ധരിക്കുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിന്റെ പേര് പെരസ് എന്നും ആ പെരസ് ആ തലമുറയുടെ ഒരു കണ്ണിയാകുകയും ചെയ്തു. ഇനി അടുത്ത നമ്മൾ വായിക്കുന്നത് ജോസഫിന്റെ സ്വപ്നത്തെ കുറിച്ച്. ജോസഫും പൊന്തിപ്പറും അവിടെ പറയുന്നത് ജോസഫിന് 17 വയസ്സുള്ളപ്പോൾ, അവിടെ തുടങ്ങിയാണ് ജോസഫിന്റെ ചരിത്രം. 17 വയസ്സുള്ളപ്പോഴാണ് ആ ചരിത്രം തുടങ്ങുന്നത്. 17 വയസ്സുള്ളപ്പോൾ ജോസഫിനെ യാക്കോബ് വിളിച്ചിട്ട് നിന്റെ സഹോദരന്മാർ ആടിമേയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞു മടങ്ങി വരാൻ വേണ്ടി ജോസഫിനെ യാത്രയാക്കുകയാണ്. അപ്പൊ ജോസഫിനെ തിരഞ്ഞെടുക്കുമ്പോൾ ജോസഫിന് 17 വയസ്സുണ്ടായിരുന്നു എന്ന് പറയുന്നത്. 17 വയസ്സുള്ളപ്പോഴാണ് ജോസഫിനെ ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ആ ഒരു ദൈവിക ചരിത്രത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി അയക്കുന്നത്. അത് 37-ാമത്തെ അധ്യായത്തിലാണ്. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആട് മേയ്ക്കുകയായിരുന്നു. അവൻ തന്റെ പിതാവിന്റെ ഭാര്യയായ ബിൽഖയുടെയും സിൽഫയുടെയും മക്കളുടെ കൂടെ ആയിരുന്നു. അപ്പൊ 17 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ ജോസഫിനെ അവിടെ ദൈവം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നത്. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. ഇതൊക്കെ പറയുന്നുണ്ട്. സ്വപ്നം കൊണ്ടായതൊക്കെ ഇവിടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടാണ്. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ട സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴിതാ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ വടങ്ങുന്നത് ഞാൻ കണ്ടു. കേട്ടോ. ഇനി രണ്ടാമത്തെ സ്വപ്നം. ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവൻ ഇത് പിതാവിനോട് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റ താണു വണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവിടെ ആ ജോസഫിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചരിത്രം തുടങ്ങുമ്പോൾ ജോസഫിന് ദൈവം കൊടുത്തിട്ടുള്ള ഒരു ഒരു കഴിവാണ് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള ഒരു കഴിവ്. ആ ബാല്യമായിരിക്കുമ്പോൾ തന്നെ ഈ സ്വപ്നം ജ്യേഷ്ഠന്മാർക്ക് അസൂയ ഉണ്ടാക്കിയെന്നാ പറയണത്. അങ്ങനെ ആ ജോസഫ് ആ സഹോദരന്മാരുടെ എതിർപ്പിന് കാരണമാകുന്ന സമയത്താണ് അവൻ പറഞ്ഞു, അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ലോകത്തിലേക്ക് പോകാം. ജോസഫിനോട് സഹോദരന്മാർ പിതാവിനെ ആടുകളെ മേയ്ക്കാൻ ഷെക്കിന് പോയി. ഇസ്രയേല് ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയ്ക്കുകയല്ലേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്, ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു, നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെ എന്ന് അന്വേഷിച്ചിട്ട് വിവരം എന്നെ അറിയിക്കുക. ജോസഫിനെ അവൻ ഹെബ്രോൻ താഴ്വരയിൽ നിന്നും യാത്രയാക്കി. അവൻ ഷെക്കേമിലേക്ക് പോയി. അവൻ വയലിൽ അരഞ്ഞു തിരിഞ്ഞ് കണ്ട ഒരാളോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവർ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് ആടുമകളെ മേയ്ക്കുന്നതെന്ന് ദയവായി എന്നോട് പറഞ്ഞിരിക. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്നും പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്നവർ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ അത് ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുകയാണ്. കാരണം ഇവിടെ ജോസഫിനെ ഹെബ്രോൻ താഴ്വരയിൽ നിന്നും യാക്കോബ് യാത്രയാക്കിയ അതൊരു മാറ്റത്തിന്റെ ഒരു തുടക്കമാണ്. കാരണം ജോസഫിന്റെ ജീവിതത്തിന്റെ ഒരു മറ്റൊരു തലത്തിലേക്കുള്ള യാത്രയപ്പാണ് അവിടെ യാക്കോബ് നടത്തിയത്. ജോസഫിനെ ഹെബ്രോൻ താഴ്വരയിൽ വെച്ച് സഹോദരന്മാരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ജോസഫ് ഈ പറഞ്ഞ നമ്മൾ കേട്ട ദോത്താനിൽ വെച്ച് അവരെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ദൂരെ വെച്ച് ജോസഫിനെ കാണുമ്പോൾ സഹോദരന്മാർ പറയുന്നത് ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട്. ഇന്നത്തെ കൊണ്ട് അവരുടെ സ്വപ്ന കാഴ്ച നമുക്ക് നിർത്താം. കാരണം അവർക്ക് അവനിൽ അസൂയ ഉണ്ടായത് അവന്റെ മുമ്പിൽ താണു വണങ്ങുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ ദൈവിക പദ്ധതി ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെച്ച വചന പീഡനത്തിന്റെ ഒരു കാലയളവാണത്. ജോസഫ് അറിഞ്ഞുകൊണ്ടല്ല ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ജോസഫ് എവിടെ ആയിരിക്കണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു സഹനത്തിന്റെ വഴി ആവശ്യമാണ്. ജോസഫിന് വേണ്ടി ഒരുക്കി വെച്ച ഫറവോയുടെ അധികാരം നൽകപ്പെടണമെങ്കിൽ, ഫറവോയുടെയും ഈജിപ്തിന്റെ അധിപതി ആകണമെങ്കിൽ അതിന് യാത്രയപ്പ് ഒരു ആവശ്യമാണ്. അങ്ങനെ യാത്രയപ്പ് ഹെബ്രോൻ താഴ്വരയിൽ വെച്ച് യാക്കോബ് നടത്തി. ഇനി
അതിനൊരു കാരണം വേണ്ടേ? അതിനാണ് ഇതാ 10 പേരും കൂടി പറയുകയാണ്, ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, അവനെ കൊന്ന് നമുക്ക് കുഴിച്ചിടാമെന്ന്. എന്നിട്ട് ഒരു കാട്ടുമൃഗം പിടിച്ചെന്ന് പിതാവിനോട് പറഞ്ഞാൽ മതിയല്ലാന്ന്. അങ്ങനെ അവർ തമ്മിൽ ഗൂഢാലോചന നടത്തുന്നതായിട്ട് ഇവിടെ നമ്മൾ 37-ാം അധ്യായത്തില് 18-ാം തിരുവചനത്തില് ഇപ്രകാരം വെച്ചിരിക്കുകയാണ്. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവിൻ, നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം. എന്തോ കാട്ടുമൃഗം അവനെ പിച്ചി ചിന്തി എന്ന് പറയുകയും ചെയ്യാം. അവന്റെ സ്വപ്നത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. അവർ ഗൂഢാലോചന നടത്തിയാണ്. അപ്പോഴാണ് യാക്കോബിന്റെ മൂത്ത മകനായ റൂബൻ, യാക്കോബിന്റെ 12 മക്കളിൽ മൂത്തവനായ റൂബൻ, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, റൂബൻ പറയുകയാണ്. ഇത് കേട്ട് റൂബൻ പറഞ്ഞു, അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവൻ പറഞ്ഞു, നമുക്ക് അവനെ കൊല്ലണ്ട, രക്തം ചിന്തരുത്, അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴി തള്ളിയിടുക, പക്ഷേ ദേഹോദരം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അവരിലും നല്ല മനസ്സുള്ള ഒരു മകൻ അവിടെ പറയുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്, നമുക്ക് അവനെ കൊന്ന് ആ രക്തം നമ്മുടെ മേൽ പതിക്കാതിരിക്കാൻ നമുക്ക് അവനെ ദ്രോഹോൽപ്പിക്കാതെ ഈ കുഴി തള്ളിയിട്ടിട്ട് നമുക്ക് പോകാം. അങ്ങനെ അവർ അത് തീരുമാനിക്കുകയും റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകൊപ്പായം ഊരിയെടുത്തു. അവനെ ഒരു കുഴി തള്ളിയിട്ട്, അത് വെള്ളമില്ലാത്ത പൊട്ട കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഗിലെയാദിൽ നിന്ന് വരുന്ന ഇസ്മായേലിയരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധപ്പലശയും പരിമളദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചു വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുക? വരുവിൻ, നമുക്ക് അവനെ ഇസ്മായേലിയർക്ക് വിൽക്കാം, അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. ആരാ പറഞ്ഞത്? യൂദ. നമ്മൾ ആദ്യം കേട്ടു, റൂബൻ പറഞ്ഞു, നമുക്ക് അവനെ ഈ പൊട്ടക്കെട്ടി തള്ളാം, എന്നിട്ട് അവനെ ദ്രോഹോദ്രവമാക്കാതെ അവന്റെ രക്തം ചിന്താതെ നമുക്ക് പരിഹാരം കാണാമെന്ന്. ഇവിടെ യൂദ അടുത്ത നിർദ്ദേശം വയ്ക്കുകയാണ്, ഇസ്മായേലിൽ സുഗന്ധവ്യഞ്ജനങ്ങളുമായി ഈജിപ്തിലേക്ക് പോകുന്ന അവർക്ക് അവനെ കൊടുക്കാം. നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചു വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുക? വരുവിൻ, നമുക്ക് അവനെ ഇസ്മായേലിയർക്ക് വിൽക്കാം, അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണല്ലോ, നമ്മുടെ മാംസം. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറെ മിതിയാൻകാർ, കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ഈ മിതിയാൻകാരും ഇസ്മായേലരും ഒരു കൂട്ടർ തന്നെയാണ്. നമ്മൾ ഇസ്മായേൽ എന്ന് പറഞ്ഞാല്, ഇസ്മായേൽ ആരാണ്? ഇസ്മായേൽ എന്ന് പറഞ്ഞാൽ അബ്രഹാത്തിന്റെ ഭാര്യ സാറായിയുടെ ദാസി ഹഗാരി ജനിച്ച ഇസ്മായേലിന്റെ വംശക്കാര്, തലമുറ. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പങ്കുവച്ചതാണ്. നമ്മൾ ചരിത്രത്തിൽ കടന്നു പോകുമ്പോൾ എല്ലാം ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ചരിത്രവും. ഇസ്മായേലിയര്, ഏദോംകാര്, പിന്നെ യാക്കോബിന്റെ സഹോദരൻ ഏസാവിന്റെ വംശാവലി ഏതോ നിവാസികൾ എന്ന് പറയുന്നത്. കാനാൻ ദേശത്തുള്ള യാത്രയില് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ് ഏതോ നിവാസികളെ കണ്ടുമുട്ടുന്നതായിട്ട്. ഇവിടെ ജോസഫിനെ വിൽക്കാൻ പോകുന്നത് ഇസ്മായേലിയർക്കാണ്. അവര് പറയുന്നുണ്ട്, യോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു, എന്നാൽ ജോസഫിനെ കുഴിയില്ലായിരുന്നു. അവൻ തന്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാൻ ഇനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായം എടുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തന്റെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടു കിട്ടി. കണ്ടോ? യാക്കോബിന്റെ അടുക്കൽ ചെന്ന് പറയാണ്, കുട്ടിയുടെ ഉടുപ്പ് ഞങ്ങൾക്ക് കിട്ടി, എന്നാൽ കുട്ടിയെ കണ്ടെത്താൻ പറ്റിയില്ല, കുട്ടി ഏതോ ഒരു കാട്ടുമൃഗം കടിച്ചു കീറുന്നു. ഇവിടെ പറയുന്നുണ്ട്, യാക്കോബ് അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകന്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് അവൻ തന്റെ മകനെ ഓർത്ത് വിലപിച്ചു. ഇതിനിടെ മിതിയാൻകാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥരും കാവൽപ്പടയുടെ നായകനുമായ പൊന്തിഫറിന്റെ വീട്ടിൽ കൊണ്ടാക്കി. ജോസഫിന്റെ യാത്രയുടെ തുടക്കമാണ് അവിടെ. സഹോദരന്മാര് അസൂയ കൊണ്ട് ഇസ്മായേലിയർക്ക് വിറ്റിട്ട് ആ ഇസ്മായേലിയർ ഫറവോയുടെ കാവൽപ്പടയുടെ
കാലാൽപ്പടയുടെ നായകനായ പൊന്തിഫറിന്റെ വീട്ടിൽ കൊണ്ട് ആക്കുകയാണ്. ഇവിടെ നമ്മൾ അതിനുശേഷമാണ് ഈ യൂദയുടെ താമാറിന്റെ ചരിത്രം ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ യോസഫിന്റെ ചരിത്രം പിന്നീട് 39-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. 30-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുചെന്ന് ഇസ്മായേലിന്റെ അടുക്കൽ നിന്നും ഫറവോയുടെ ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊന്തിഫർ അവനെ വിലക്ക് വാങ്ങി. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി. ഈജിപ്തിലാണ് യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടെ നിന്ന് മംഗളകരമാക്കുന്നുവെന്നും അവന്റെ യജമാനൻ മനസ്സിലായി. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊന്തിഫറിനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. നമ്മള് ആദ്യം ഇതിനു മുമ്പുള്ള ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. യാക്കോബ് ഏസാവിനെ ഭയന്ന് ഒളിച്ചോടിപ്പെടുമ്പോൾ ആ രാത്രിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ആർക്ക് കൊടുത്ത ഉറപ്പാണ്? യാക്കോബിന് ദൈവം കൊടുത്ത ഉറപ്പാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ഇവിടെ ജോസഫിന് കർത്താവ് കൊടുത്ത കൃപ എന്താ? പൊന്തിഫറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ജോസഫിന്റെ സാന്നിധ്യം കൊണ്ട് പൊന്തിഫറിനെയും പൊന്തിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുക. എന്നിട്ട് പൊന്തിഫറിനൊരു തിരിച്ചറിവുണ്ടാകുകയാണ്. ജോസഫ് തന്റെ ഭവനത്തിലേക്ക് വന്നതിന് ശേഷമാണ് തനിക്ക് ഈ ഉയർച്ചയെല്ലാം ഉണ്ടായത് കൊണ്ട് ജോസഫിനെ തന്റെ വീടിന്റെയും സകല സമ്പത്തിന്റെയും അധികാരം അവനെ ഏൽപ്പിക്കുകയാണ്. അല്ലേ? എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പീഡനം. ആ ജോസഫിന്റെ യാത്രയിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പൊന്തിഫറിന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം ജനിക്കുകയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ആ പാപത്തിന് കീഴ്പ്പെടാതെ ജോസഫ് രക്ഷപ്പെടുന്നതും ദൈവത്തിന്റെ മുമ്പിൽ ജോസഫ് നീതിമാനാകുകയും പൊന്തിഫറിന്റെ ഭവനത്തില് പാപം ചെയ്ത് കുറ്റക്കാരനായി മാറുകയും ചെയ്യുന്ന ഒരു ചരിത്രം കണ്ടോ. നമ്മൾ ഇതിന് ഇടക്ക് മറ്റൊരു ചരിത്രം കൂടി വായിക്കുന്നുണ്ട് സൂസന്നയുടെ പുസ്തകത്തില്. ആ സൂസന്നയും ന്യായാധിപന്മാരുടെ മുമ്പിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അതിന് വഴങ്ങാതിരിക്കുമ്പോൾ ഒരു വാക്കുണ്ട്, ഞാൻ ഈ ദുഷ്ടന്മാരുടെ കീഴടങ്ങിയാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, ഈ ശരീരത്തെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ ഇവരുടെ മുമ്പിൽ വഴങ്ങാതെ കുറ്റം ഏറ്റെടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പിലേക്ക് നീതി കിട്ടുമെന്ന് കേട്ടോ. സൂസൻ ആ വഴിയാണ് സ്വീകരിക്കുന്നത്. ദുഷ്ടന്മാർക്ക് കീഴടങ്ങാതെ പാപത്തിൽ ചെയ്യാത്ത പാപത്തിന് കുറ്റം വിധിക്കപ്പെടേണ്ടവന്ന സൂസന്ന. നമുക്ക് ഇവിടെ വീണ്ടും ഈ ചരിത്രത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ ജോസഫ് ചെയ്തത് എന്താ? ആ പൊന്തിഫറിന്റെ ഭാര്യയുടെ വികാരത്തിന് അവരുടെ ആസക്തിക്ക് വഴങ്ങാതെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ പൊന്തിഫറിന്റെ വീട്ടില് അവൻ കുറ്റക്കാരനായി വിധിക്കുന്നു. തിന്മ ജയിക്കുക. അവളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് ജോസഫ് ചെയ്യാത്ത കുറ്റം ശിക്ഷിക്കപ്പെടുകയും അങ്ങനെ ജോസഫ് ഫറവോയുടെ തടവറയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ ജോസഫ് ഫറവോയുടെ തടവറയിലായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. നമ്മൾ അവിടെ പറയുന്നുണ്ട്, ജോസഫ് തടവുകാരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ജോസഫിനെ അവർക്ക് തടവുകാരുടെ ചുമതല വഹിക്കുന്നവർക്കെല്ലാം താല്പര്യം ജനിക്കുകയാണ്. അവനോട് പ്രത്യേക ഒരു മതിപ്പ് തോന്നുകയാണ്. എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. ദാനിയേലിനെയും ദാനിയേല് ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ വരുമ്പോൾ അവന്റെ കഴിവ് തെളിയിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു സഹതാപം അനുകമ്പയും ദാനിയേലിൽ തോന്നിക്കുന്നു. നമ്മൾ ചരിത്രം പഠിക്കുന്നുണ്ട്. ഇവിടെ ജോസഫിനോടും ആ തടവുകാരുടെ കാര്യക്കാരനായിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക മതിപ്പ് തോന്നി. എല്ലാ തടവുകാരുടെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും ജോസഫിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ വന്നു ചേർന്ന 2 തടവുകാര്. അതിലൊന്ന് കുറച്ചു നാൾ കഴിഞ്ഞ് 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, കുറച്ചു നാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്രവാഹകനും പാചകക്കാരനും തങ്ങളുടെ യജമാനായ രാജാവിനെതിരെ തെറ്റ് ചെയ്തു. ഈ 2 ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ ഫറവോ കൂപിതനായി. അവൻ അവരെ കാവൽ നായകന്റെ വീട്ടിലെ തടവറയിലേക്ക് വെച്ചു. ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത്. കണ്ട, പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കം കുറിക്കുകയാണ്, ഒരു ഭാഗമാകുകയാണ്. കാരണം പീഡനത്തിന്റെ ഒടുവിൽ അത് പരിഹരിക്കപ്പെടണ്ടേ?
ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ പാനപാത്രവാഹകനും പാചകക്കാരനും കുറ്റം ചെയ്തത് രണ്ടുപേരും കുറ്റക്കാരാണെന്ന് വിധിച്ച് തടവിലിടുമ്പോൾ കുറ്റവിചാരണ നടക്കുമ്പോൾ അവർ ഒരാൾ ശിക്ഷിക്കപ്പെടും. ഇവിടെ ഈ രണ്ടുപേരും ഒരു ദിവസത്തില് വ്യത്യസ്തങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. അതില് ഇവിടെ നമ്മൾ 40-ാം അധ്യായത്തില് 9-ാം തിരുവചനത്തിൽ ഇപ്പുറം വായിക്കുന്നുണ്ട്. പാനപാത്രവാഹകൻ തന്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു മുന്തിരവള്ളി സ്വപ്നം കണ്ടു. അതിൽ 3 ശാഖകൾ ഉണ്ടായിരുന്നു. അത് മൊട്ടിട്ട് ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി. ഫറവോയുടെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് പിഴിഞ്ഞു പാനപാത്രത്തിൽ ഒഴിച്ച് അവന് കൊടുത്തു. ജോസഫ് അവനോട് പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനം ഇതാണ്: 3 ശാഖകൾ 3 ദിവസങ്ങളാണ്. 3 ദിവസത്തിനകം ഫറവോ നിന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കൊള്ളുക, ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. മുമ്പെന്ന പോലെ നീ പാനപാത്രം ഫറവോയുടെ കയ്യിൽ വെച്ചു കൊടുക്കും. നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോട് കാരുണ്യം കാണിക്കണം. എന്റെ കാര്യം ഫറവോയുടെ മുമ്പിൽ ഉണർത്തിച്ച് ഈ തടവയിൽ നിന്നും എന്നെ മോചിപ്പിക്കണം. ഹെബ്രായരുടെ നാട്ടിൽ നിന്നും അവർ എന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടെ അവരെന്നെ ഈ ഇരുട്ടറയിൽ അടക്കത്തക്ക വിധമുള്ള ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. കേട്ടോ, ഇവിടെ ജോസഫ് ഈ പാനപാത്രവാഹകൻ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുക്കുകയാണ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പൊരുളിതാണ്: നീ ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് നീ മോചിതനായി 3 ദിവസം കഴിയുമ്പോൾ ഫറവോയുടെ പാനപാത്രനായി നീ തിരിച്ചെടുക്കപ്പെടും. അപ്പൊ ജോസഫ് അവിടെ പറയുന്നതാണ്, ഈ കാര്യങ്ങൾ നിനക്ക് ചെയ്തു തന്നത് കൊണ്ട് നീ എന്നെ ഓർക്കണം, ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്ന്. ഇവിടെ പറയുന്നുണ്ട്, ജോലി കിട്ടി, ജോലിയിൽ പ്രവേശിച്ച ശേഷം ഈ പാനപാത്രവാഹകൻ അവനെ മറന്നു. ഇനി അടുത്ത പാചകക്കാരന്റെ വിധി. അവനും സ്വപ്നം കാണുന്നത്. അവന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനിപ്പം 3 ദിവസം കഴിയുമ്പോൾ നിന്നെ തൂക്കിലേറ്റ് വധിക്കുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. ആ ചരിത്രം അങ്ങനെ തുടങ്ങുകയാണ്. അങ്ങനെ ആ രണ്ടുപേരും ഇതിലും വിധി നടപ്പാക്കിയാണ്. ഒരുവൻ ഉദ്യോഗത്തിൽ തിരിച്ച് പ്രവേശിക്കുന്നു. അവനോട് ജോസഫ് പറഞ്ഞൊരു കാര്യം, നീ ഉദ്യോഗത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ എന്റെ കാര്യം ഫറവോയുടെ മുന്നിൽ ഉന്നയിച്ച് എന്നെ ഈ തടവിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്. ഇവിടെ പറയുന്നുണ്ട്, അവൻ അത് മറന്നു. ഇനി രണ്ടാമത്തെ പാചക പ്രമാണി കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം 3 ദിവസം കഴിയുമ്പോൾ ഫറവോ നിന്നെ ശിക്ഷിച്ച് തൂക്കിലേറ്റുമെന്ന്. രണ്ടും നിറവേറ്റപ്പെട്ടു. ഇനി ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ഫറവോ ഒരു സ്വപ്നം കാണുകയാ. അടുത്തത് ആ ഫറവോയുടെ സ്വപ്നം നമുക്ക് സമയം അനുവദിക്കുന്നില്ല. ഇവിടെ അടുത്തത് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ജോസഫിന്റെ ഈ ജീവിത യാത്രയിൽ 13 വർഷത്തെ ഈ യാത്രയുടെ ഒടുവില് ഫറവോയുടെ തടവറയിലായിരിക്കുന്ന ജോസഫിൽ എത്തി നിൽക്കുക. നമ്മൾ ആദ്യം കണ്ട് ജോസഫ് ബാല്യകാലം മുതൽ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ സഹോദരന്മാർക്ക് ഇടർച്ചയുണ്ടാക്കി. അവനിൽ അസൂയുണ്ടായി. അവനോടുള്ള അസൂയയുടെ ആ പരിണിത ഫലം അവനെ ഇസ്മായേലിലേക്ക് വിറ്റു. ഇസ്മായേലര് അവനെ പൊന്തിഫറിന് വിറ്റു. പൊന്തിഫറിന്റെ ഭവനത്തില് അവൻ പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായപ്പോൾ ആ പാപത്തിൽ പെടാതെ അവൻ അതിൽ നിന്നും രക്ഷപ്പെടുകയും അതുമൂലം അവൻ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും അവനെ ഫറവോയുടെ തടവറയിൽ എത്തിക്കുകയും, ഫറവോയുടെ തടവറയിൽ ചെന്നപ്പോൾ ഫറവോയുടെ തടവറയിൽ ഫറവോയുടെ 2 പേര് അവിടെ തടവറയിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. അവിടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ വളർച്ചയിൽ നമുക്കുണ്ടാകുന്ന പീഡനങ്ങളിലെല്ലാം ഒരു അനുഗ്രഹം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അനുഗ്രഹത്തിന്റെ വഴിയിലേക്കുള്ള യാത്രയാണ് ജോസഫിൻ്റെത്. അവിടെ ഫറവോ കണ്ട സ്വപ്നം ആ നാട്ടിലുള്ള ഒരു ജ്ഞാനികൾക്കും മന്ത്രവാദികൾക്കും വ്യാഖ്യാനിക്കാൻ കഴിയാതെ വരുന്നതാണ്. അപ്പോഴാണ് ഈ ഫറവോയുടെ പാനപാത്രവാഹനായിരുന്ന ആ കാര്യസ്ഥൻ ഓർമ്മയിലേക്ക് വരുന്നത്. താൻ തടവിലായിരിക്കുമ്പോൾ താൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ശരിയായി പറഞ്ഞ ഈ ജോസഫിന്റെ കാര്യം ഓർക്കുകയും ജോസഫിനെ കുറിച്ച് ഫറവോയുടെ മുമ്പിൽ ഉണർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടോ. ദൈവം ഇടപെട്ടത് കണ്ടോ. ദൈവം ഇടപെട്ടത് അങ്ങനെയാണ്. കാരണം ഒരു സാഹചര്യം വന്നപ്പോൾ അവനിലേക്ക് ആ ഓർമ്മ വന്നു. തന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞ ഒരു മനുഷ്യൻ തടവറയിലുണ്ട്. അങ്ങനെ ഹെബ്രായനായ ജോസഫിനെ ഫറവോ തന്റെ കൊട്ടാരത്തെ വിളിച്ചു വരുത്തുകയാണ്. അവിടെ
ജോസഫ് പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഫറവോയുടെ മുമ്പിൽ വരുമ്പോൾ ഇവിടെ പറയുന്ന ഒരു വചനം ഇവിടെ 41-ാം അധ്യായത്തില് 15-ാമത്തെ വാക്യത്തില് ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. ജോസഫ് പറഞ്ഞു, അത് എന്റെ കഴിവല്ല. ശ്രദ്ധിക്കുക, ഇവിടെ 49-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനത്തില് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഫറവോ പറഞ്ഞു, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ നിനക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാം. കേട്ടോ, അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല, നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. ജോസഫ് പറഞ്ഞു, അത് എന്റെ കഴിവല്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. പ്രൈസ് ലോർഡ്. ഇതാണ് നമ്മുടെ ഉള്ളിൽ കുറിച്ചിട്ട് ഈ വചനങ്ങൾ പഠിക്കുന്നതിനുള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങളാണ്. ഇവിടെ ജോസഫ് പറയുകയാണ്, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് എനിക്ക് കഴിയില്ല, കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാ. എന്നാൽ ഇവിടെ 16-ാമത്തെ വചനം ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എന്റെ കഴിവല്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. ആരാ കൊടുക്കുന്നത്? ദൈവമാണ്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് നൽകാൻ കഴിവുള്ളവൻ ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിന് അത് സാധ്യമാകും. ദൈവം ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് നൽകും. ജോസഫായ എനിക്ക് കഴിയില്ല. ഇതാണ് നമ്മുടെ മനസ്സിൽ. ഓരോ മനുഷ്യന്റെ ഉള്ളില് നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ് കൊരിന്ത്യർ ലേഖനം 3-ാം തിരുവചനം 3-ാം അധ്യായം 7-ാം തിരുവചനം. എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് നിനക്കുള്ളത്? ദാനമായി കിട്ടിയതല്ലാതെ മറ്റൊന്നുണ്ട്. എല്ലാം ദാനമായിരിക്കെ നീ എന്തിനാ അഹങ്കരിക്കണേ? പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ദാനമാ. പൗലോസ് അപ്പോസ്തലനല്ല, ദൈവത്തിന്റെ കൃപയാലാണിത്. എനിക്ക് നിങ്ങൾക്കും ഈ വചനം ഇന്ന് മനസ്സിൽ കുറിച്ചിടാം. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവോ യോഗ്യതകളോ ഒന്നുമല്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇവിടെ ജോസഫ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫറവോയുടെ മുമ്പിൽ വരുമ്പോൾ ജോസഫിനെ അറിയാം ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ തനിക്ക് കിട്ടുന്നത്. എന്നാൽ ജോസഫ് അവിടെ ഫറവോയുടെ മുമ്പിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം പറയുന്നത് ഒരിക്കൽ കൂടി പറയാം. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എനിക്ക് കഴിയില്ല, വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയില്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ മറുപടി. ഈശോ പറഞ്ഞില്ലേ ശിഷ്യന്മാരോട്, നിങ്ങളെ അവരുടെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നെ കുറിച്ച് നിങ്ങൾ ആകുല പറയണ്ട, എന്റെ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു നൽകുമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ മണിക്കൂറിൽ ഞങ്ങളെ നയിക്കുന്നത് അമ്മയായിരുന്നു. ഈ കേൾക്കുന്ന ഓരോ മക്കളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം തരയട്ടെ. ഈ വചനങ്ങളെല്ലാം മാംസം ധരിക്കട്ടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.